അമേരിക്ക ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ തീരുവ വർധനവിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ 50% തീരുവ പ്രഖ്യാപിച്ചതോടുകൂടി ബ്രിട്ടനുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതിന് സമാനമായ ഒരു കരാർ ഉണ്ടാക്കുന്നു. യു കെയുമായിട്ട് നമ്മൾ ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ രീതിയിൽ ആഗോളതലത്തിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് ഇന്ത്യ തയ്യാറായി വന്നിരിക്കുന്നു. വേണമെങ്കിൽ ഇതിനെ ഒരു ചൂതാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാം. അതായത് റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 2019 ഇതിന് സമാനമായ ഒരു കരാറിലേക്ക് ഒപ്പിടാൻ നമ്മൾ പോവുകയായിരുന്നു. എന്നാൽ ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല, ഇടത്തരം പ്രൊഡക്ഷന് വേണ്ടത്ര ഇതിന് പ്രാധാന്യം നൽകില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പിന്മാറിയെന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയുമായിട്ട് വ്യാപാര സംഘർഷങ്ങൾ കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തുള്ള ഏതെങ്കിലും ഭരണാധികാരികളൊക്കെ വിളിക്കുമോ എന്ന് അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ 4 തവണ ഫോണിൽ വിളിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോൺ എടുക്കുന്നില്ല. എന്തിനാണ് ഈ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള തീരുവ വർധനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്ന് പറയും. പക്ഷേ യാതൊരു തീരുമാനവും ഉണ്ടാകില്ല. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് തൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിലൂടെ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ മോദിയുമായി സംസാരിച്ചു, മോദി അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പൊങ്ങച്ചം വിളമ്പാനുള്ള ഒരു വേദിയാക്കി മാറ്റും. ഇത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിൻ്റെ ഫോൺ പോലും എടുക്കാത്തത്. അതുകൊണ്ടാണ് ഈ വ്യാപാര സംഘർഷങ്ങൾ എത്രത്തോളം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുന്നു. അപ്പം 5 വർഷത്തിന് മുമ്പ് നമ്മൾ എവിടെ നിന്ന് പിന്മാറിയോ അവിടേക്ക് കൂടുതൽ അടുക്കുന്നു. അപ്പം അയൽ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് നീങ്ങിയാൽ 15 രാജ്യങ്ങൾ ആ കൂട്ടായ്മയിൽ ഉൾപ്പെടും. ഇത് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി നൽകുന്നതിന് തുല്യമാണ്. അപ്പോൾ ആഗോള സപ്ലൈ ചെയിൻ പുനഃക്രമീകരണങ്ങൾ, തീരുവ, കയറ്റുമതി വിപണികൾ വൈവിധ്യമാക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകത, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യും. അപ്പോൾ 15 രാജ്യങ്ങളെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇതിൽ തന്നെ 2.3 ബില്യൺ ജനസംഖ്യയുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തെ GDPയുടെ ഏതാണ്ട് 1/3 നിയന്ത്രണം വരുന്ന രീതിയിലാണ് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ വരുന്നത്. പ്രധാനമായും ജപ്പാനും സിംഗപ്പൂരും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ വരവിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. അപ്പോൾ 2019 നമുക്കുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതായത് വിപണിയിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. കർഷകരോടും ആഭ്യന്തര നിർമ്മാതാക്കളോടും ചെറുകിട വ്യവസായങ്ങളോടുമൊക്കെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായില്ല. കാരണം അവർ പറയുന്നതിനനുസരിച്ച് പലതും ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമായ കാർഷിക മേഖലയെ ചിലപ്പോൾ നമുക്ക് തള്ളിപ്പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഇടത്തരം സംരംഭങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കി, ജനിതകമാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുമതി വേണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. നമ്മൾ എന്ത് വരുന്നു, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് ട്രംപിന് നമ്മളോടുള്ള ദേഷ്യത്തിൻ്റെ പ്രധാന കാരണം. എന്തായാലും അമേരിക്ക ഏഷ്യയിലുടനീളം കടുത്ത തീരുവകളൊക്കെ പ്രഖ്യാപിച്ചതോടുകൂടി വീണ്ടും നമ്മൾ ഈ റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഊഷ്മളത കൈവരുന്നു, ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ലോക വിപണിയെ തന്നെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി മറ്റൊന്ന്, ആഗോള വിതരണ ശൃംഖലകളുടെ കാര്യത്തിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയില്ല, ആസിയാൻ രാജ്യങ്ങൾക്ക് 15% തീരുവ വരുന്നു, ലാവോസിന് 40%, കംബോഡിയയ്ക്ക് 19%, പക്ഷേ ഇന്ത്യക്ക് മാത്രം 50% തീരുവ. അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു എന്ന് പറഞ്ഞാണ് നമുക്ക് 50% തീരുവ ഏർപ്പെടുത്തിയത്. ഇതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് ചൈനയും എണ്ണ മേടിക്കുന്നു, പക്ഷേ ചൈനയ്ക്ക് മേലെ ഈ തീരുവയില്ല. കാരണം റെയർ എർത്ത് പോലെയുള്ള അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരം, അവയുടെ വിതരണ ശൃംഖലയുടെ കുത്തകാവകാശം, അത് പ്യൂരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം ചൈനയുടെ കയ്യിലാണ്. ചൈന ഇത് കയറ്റുമതി ചെയ്യുന്നത് നിർത്തിവെച്ചാൽ അമേരിക്കയുടെ ഇലക്ട്രോണിക്സ് മേഖല, വാഹന നിർമ്മാണ മേഖല, ആയുധ നിർമ്മാണ മേഖല ഒക്കെ സ്തംഭിക്കും. അതുകൊണ്ട് ചൈനയ്ക്ക് മേലിതില്ല. ഒപ്പം ഫ്രാൻസിൻ്റെ കാര്യത്തിലോ UK കാര്യത്തിലോ അതുപോലെ തന്നെ കാനഡയുടെ കാര്യത്തിലോ ഒക്കെ തന്നെ ചില വിട്ടുവീഴ്ചകൾ ഇവർ ചെയ്യുന്നുണ്ട്. എന്തിന്, നമുക്കറിയാം, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന യൂറോപ്പിലെ ചില രാജ്യങ്ങളുണ്ട്, അവർക്ക് പോലും ഇത്തരത്തിലുള്ള തീരുവ വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഏർപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈനയുമായിട്ട് നമുക്ക് $599 ബില്യൺ ഒരു ഇടപാടുകൾ വരും എന്നുള്ളത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്.
അപ്പം ഫാർമ IT മേഖലകൾ ഇന്ത്യക്ക് ശക്തിയുണ്ട്. പക്ഷേ അവിടെ ചൈനീസ് വിപണിയിലേക്ക് കടന്നു കയറാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അമേരിക്ക തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ കയറ്റി അയക്കുന്ന മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ പാർട്സ് ഉണ്ട്, അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ തീരുവ ചുമത്തുന്നില്ല. കാരണം അതൊക്കെ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം തീരുവ ചുമത്തിക്കൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിന് നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകുകയാണ്. കാരണം ട്രംപിൻ്റെ ഫോൺ എടുക്കുന്നില്ല, എന്ത് പറയണമെന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നില്ല. അഥവാ നമുക്ക് തീരുവ കൂട്ടിയാൽ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടോ അമേരിക്ക ഒഴികെയുള്ള യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുമായിട്ടോ കച്ചവട ബന്ധം വർദ്ധിപ്പിക്കും. അതായത് അമേരിക്ക നിലവിൽ നാറ്റോയിലെ ചില രാജ്യങ്ങൾക്കെതിരെ തന്നെ തിരിഞ്ഞിട്ടുണ്ട്. UK-ക്ക്, ഫ്രാൻസിന്, ജർമ്മനിക്ക്, ജപ്പാനൊക്കെ എതിരെ തിരിഞ്ഞിട്ടുള്ളതുകൊണ്ട് അവർക്കെതിരെയും ഈ തീരുവ വർദ്ധിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എടുത്ത നിലപാട് തന്നെ ആ രാജ്യങ്ങളും എടുക്കണമെന്ന് ജർമ്മനിയിലെയും ജപ്പാനിലെയൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന വാർത്ത ആദ്യം പുറത്തുവിടുന്നത് ജർമ്മൻ മാധ്യമങ്ങളാണ്. പിന്നീട് അത് ജപ്പാൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. പിന്നീട് UK-യിലെ മറ്റു മാധ്യമങ്ങൾ വന്ന ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ നിലപാടുകളെയാണ് ലോകം അംഗീകരിച്ചത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ വർധനയുമായി ബന്ധപ്പെട്ട് കടുത്ത തീരുമാനമെടുക്കുകയും പിന്നീട് ഫോണിൽ വിളിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ നീക്കം നടത്തുകയും ചെയ്താൽ നമ്മൾ ഫോൺ എടുക്കുകയും ചെയ്യുന്നില്ല. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഗർവ് നടിക്കുന്ന ഒരു ഭരണാധികാരി എന്നുള്ള അപഖ്യാതി ഡൊണാൾഡ് ട്രംപിന് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും ഒക്കെ ചിന്തിക്കുന്നത് നമ്മളും ഈ മോദിയുടെ പാത പിന്തുടർന്നാൽ പോരെ. അപ്പം ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ തീരുവ യുദ്ധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ നിലപാടുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് അമേരിക്കയ്ക്കായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലെ റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന 15 രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക്, ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ചൂതാട്ടത്തിലേക്ക് പതിയെ നടന്നെടുക്കാൻ തീരുമാനിച്ചു. ഏതാണ്ട് 5 വർഷം മുമ്പ് ഉപേക്ഷിച്ച ഒരു പ്രൊജക്റ്റിലേക്കാണ് വീണ്ടും നമ്മൾ വരുന്നത്. ജപ്പാനും അതുപോലെ തന്നെ സിംഗപ്പൂരും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അമേരിക്കയ്ക്കുള്ള പരോക്ഷമായ തിരിച്ചടി കൂടിയാണ്. കൂടാതെ ചൈനയ്ക്കെതിരെയും ഇതേപോലെ ഒരു നിലപാടെടുത്താൽ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്ന് ട്രംപിനറിയാം. ഏതാണ്ട് ഷീ ജിൻപിങ്ങിൻ്റെ ചില നിലപാടുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമാണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയുണ്ട്. ആ ഉച്ചകോടി നടന്ന് കഴിയുന്നതോടുകൂടി റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മറ്റൊരു ബന്ധം ഉരുത്തിരിഞ്ഞു വരികയും അത് ലോകത്തിന് മുന്നിൽ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.